മാർവലിന്റെ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്പ് മൂവി കണ്ടു. മൂവി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം, നല്ലൊരു അടിപൊളി ഫിലിം, എനിക്കിഷ്ടമായ ഫിലിം. അപ്പോൾ മാർവലിന്റെ ഇതിനു മുമ്പ് ഇറങ്ങിയ തണ്ടർ ബോൾസ് ആ സിനിമകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫാർ ഫാർ ബെറ്റർ മൂവിയാണ് ഫാന്റാസ്റ്റിക് ഫോർ. ഈ ഫിലിമിനെ മറ്റ് സൂപ്പർ ഹീറോ ഫിലിംസിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ ഫിലിം പറയാൻ ഉദ്ദേശിക്കുന്ന ഇമോഷനാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ ഫിലിമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതും കണക്റ്റ് ആയതും. ഫാമിലി ഇമോഷൻസ്, പാരന്റ്സ് ലവ്, ടീം ബോണ്ടിങ്. അപ്പോൾ ഈ ഇമോഷനുകളൊക്കെ ത്രൂ ഔട്ട് ഫിലിമിൽ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫിലിം കാണുമ്പോൾ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടും ഈ ക്യാരക്ടേഴ്സിനോട്. അപ്പോൾ അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു മെയിൻ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. 1 മണിക്കൂർ 45 മിനിറ്റാണ് ഈ ഫിലിം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും ലാഗ് നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ല എൻഗേജിങ് ആയിരുന്നു ഫിലിം. അതുപോലെ തന്നെ ഇതിൽ അനാവശ്യ കോമഡീസോ അനാവശ്യ സീൻസോ അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഫിലിമിന് എന്താണ് ആവശ്യം അത് തന്നെ അവർ പ്രസന്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ ഫിലിമിലെ ആക്ഷൻ സീക്വൻസ് മറ്റ് സിനിമകളെ അപേക്ഷിച്ച് കുറവായിരുന്നെങ്കിലും ഉള്ളത് നല്ല കിടിലനായിട്ട് തന്നെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൽ നമ്മൾ ആ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ കാണുമ്പോൾ നമുക്കത് പുറത്ത് വാച്ചായിരുന്നു. വനേസ കിർബി, പെഡ്രോ പാസ്കൽ, ജോസഫ് ക്വിൻ, റാൽഫ് എന്നിവരൊക്കെയാണ് ഫാന്റാസ്റ്റിക് ഫോർ എന്ന ക്യാരക്ടേഴ്സ് ആയിട്ട് ഫിലിമിൽ വരുന്നത്. അപ്പോൾ ആക്ടേഴ്സിന്റെ പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ്. അതും ഈ സിനിമയുടെ ഒരു പോസിറ്റീവായിട്ട് പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ ഈ ഫിലിം പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇമോഷൻ അടിപൊളിയായിട്ടാണ് ഇവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് ആ ശരിക്കും ആ ഇമോഷണൽ കണക്ഷൻ കിട്ടും ഇവര് ആ ക്യാരക്ടേഴ്സ് ആയിട്ട്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ഇവര് പെർഫോം ചെയ്തിട്ടുണ്ട് സിനിമയിൽ. മാറ്റ് ഷാക്മാൻ ആണ് ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു യൂഷ്വൽ സൂപ്പർ ഹീറോ മൂവിയിലുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഈ ഫിലിമിലുള്ളത്. സ്പേസ് ഗോഡ് എന്ന് വിളിക്കുന്ന ഗാലക്സ് ഭൂമിയെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ ഫാന്റാസ്റ്റിക് ഫോർ ടീം ഗാലക്സിനോട് നെഗോസിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസിലെത്തും. സ്പേസിലെത്തുമ്പോൾ ഗാലക്സി ഇവരോട് ആവശ്യപ്പെടുന്നത് ഈ ഫാന്റാസ്റ്റിക് ഫോർ ടീം ഏറ്റവും സ്നേഹത്തോടെ കരുതുന്ന ഒരു ജീവനാണ്. അപ്പോൾ ഇവരൊരു കൺഫ്യൂഷനിൽ എത്തുന്നുണ്ട്. എർത്ത് വേണോ അതോ ഈ ഒരു ജീവൻ വേണോ എന്നുള്ളത്. അപ്പോൾ തുടർന്നുണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഫിലിം പറയുന്നത്. ആകെ മൊത്തത്തിൽ നല്ലൊരു സ്റ്റോറി ബേസ് ഉള്ള ഒരു ബെറ്റർ സൂപ്പർ ഹീറോ മൂവി ആയിട്ടാണ് മാർവലിന്റെ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്പ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു ഗംഭീര ഫിലിം, മസ്റ്റ് വാച്ച് മൂവി എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഒരു വൺ ടൈം തിയേറ്ററിക്കൽ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഫിലിം തന്നെയാണ് ഫാന്റാസ്റ്റിക് ഫോർ. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.